ഹലോ, നമസ്കാരം. കിടക്കാം. ഇതാണ് എൻ്റെ പൊമിലോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഇല്ല. അത് പൊതുവെ ഓറഞ്ചുകൾ, സിട്രസ് ഫ്രൂട്ടുകൾക്കൊക്കെ ഒരു
സ്വഭാവമുണ്ട്. ഇതും അതങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ കമൻറ്റ് വഴിയോ ടെലിഫോൺ വഴിയോ എന്നെ അറിയിക്കുക. ഇതാദ്യമായിട്ടുണ്ടാകുന്ന സിട്രസ് ഫ്രൂട്ടുകൾക്കൊന്നും എല്ലാം ഇതേ ഒരു സ്വഭാവമാണെന്ന്. എൻ്റെ കാന്തല്ലൂർ ഓറഞ്ച് ഞാൻ കാണിച്ചു തരാം. അതും ആദ്യം ഉണ്ടായപ്പോൾ ഇങ്ങനെ തന്നെ എന്നൊരു വിചാരമൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് കിട്ടിയത്. ഇപ്പോൾ ഉള്ള് റെഡല്ല, ഉള്ളതുപോലെ പറഞ്ഞിട്ട് തന്നെ ആളുകൾക്ക് കൊടുക്കുക തൈ. അപ്പോൾ വലിയ വലിയ നഴ്സറികളിൽ പറ്റുന്ന ഒരു അബദ്ധമാണിത്. അപ്പോൾ നമ്മൾ ഉള്ള് റെഡാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. നാട്ടിലെ ഓറഞ്ച് ബബിൾസ് ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഉള്ളിൽ റെഡിലുള്ളത്. പക്ഷെ ഞാൻ ഒന്ന് തായ്ലൻഡ് ആയിക്കോട്ടെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്തുന്നതല്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും ഇതൊരു വികാരമൊന്നും ഇല്ലാത്ത, ഒരു മധുരവും ഇല്ല, ഒരു പുളിയില്ല, ഒന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. എന്തായാലും ഞാൻ നിർത്തുന്നുണ്ട്. കാരണം ഇത് ഫുൾ ടൈം സീസണാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇത് ചെറിയ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിട്രസ് ഫ്രൂട്ടിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ ഓറഞ്ച് എനിക്ക് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ആദ്യം ഇതേപോലെ തന്നെ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ മധുരമായി തുടങ്ങി. ഇപ്പോൾ ഉണ്ടായതൊക്കെ മധുരമായി തുടങ്ങി. ഓക്കെ, ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനുള്ളത്. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അതിൻ്റെ പിറ്റത്തെ പ്രാവശ്യമൊക്കെ കിട്ടുന്നത്. ഇതെന്തായാലും ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കഴിക്കുക എന്ന് മാത്രം ഒന്നുമില്ല. ഒരു ജസ്റ്റ് എന്താ പറയുക, പതിര് എന്നൊക്കെ പറയും. മധുരമില്ല, പുളിയില്ല, ഒന്നുമില്ല ഒരവസ്ഥ. ഇനി കമൻറ്റ് സെക്ഷനിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് കണ്ടാലും അതിൻ്റെ വിത്ത് കിട്ടുമോ, തൈ കിട്ടുമോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബിസിനസ് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു ഫ്രൂട്ട് കഴിച്ചാൽ അവരെ ഫ്രൂട്ടിൻ്റെ വിത്ത് എടുത്ത് വെക്കാൻ പറയുക, അങ്ങനെ ആ ഒരു സ്വഭാവമൊന്നുമില്ല. അവർ ആരാ വരുന്നത് അവർ കഴിച്ചു പോകുക എന്നല്ലാതെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വിത്ത് വാങ്ങി വെക്കുക പിടിക്കലൊന്നുമില്ല. പിന്നെ ഞാൻ ഇല്ലാത്തപ്പോൾ വരുന്നവർ പൊടിച്ച് കഴിക്കും. അപ്പോൾ ഒന്നിൻ്റെയും വിത്ത് സൂക്ഷിച്ച് വെക്കണ ഒരു പരിപാടിയില്ല. പിന്നെ തൈകൾ കുറച്ച് നമ്മളിവിടെ കായ്ച്ചത് നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ മാത്രം കുറച്ച് തൈകൾ ഇവിടെ വന്നവർക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോട്ടയത്തു നിന്നൊക്കെ വന്ന ഒരുപാട് പേരുണ്ട്, അവർക്കറിയാം. അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നഴ്സറി രൂപത്തിലൊരു സെറ്റപ്പിൽ ഞാനിവിടെ ചെയ്തിട്ടില്ല. വീട്ടിൽ വരുന്നവർക്ക് ആർക്കെങ്കിലും അത്യാവശ്യം 1-2 തൈകൾ വേണമെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ വെക്കുക, പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി അയക്കുക, അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൊറിയർ ചെയ്യാൻ പിന്നെ ഒന്നും പറ്റാത്തത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് കൊറിയർ ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഒന്നാമത് അതിൻ്റെ പിന്നാലെ പോകാനോ അത് പാക്ക് ചെയ്തിട്ട് 18 കിലോമീറ്റർ ടൗണിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് അത് പാക്ക് ചെയ്ത് അയക്കാനോ പിന്നെ അതിനുള്ളൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ അതിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നഴ്സറിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർ പ്രൊഫഷണലായിട്ട് അതിന് ഇരിക്കണം. പിന്നെ വേറൊരു കമൻ്റാണ്, പിന്നെ വളത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ജൈവവളങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കൂടെ ആകെ കൺഫ്യൂഷനായി, എന്തിനാണ് ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ എന്നുള്ളൊരു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയല്ല, അതൊന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നമ്മളെ മനുഷ്യന്മാരെ അവസ്ഥയെ കൂടെ തന്നെ അതിലോട്ടൊന്ന് കിടക്കാം. നമുക്ക് വേണ്ടത് നല്ലൊരു പാർപ്പിടം, നമുക്ക് സുരക്ഷിതമായൊരു സ്ഥലം വേണം. അപ്പോൾ ചെടികളെ സംബന്ധിച്ചിടത്തോളം അത് പ്ലാന്റ് ചെയ്യാൻ ഡ്രമ്മിൽ വെക്കുന്നവരുടെ കഥ പറഞ്ഞിട്ടോ. ഡ്രമ്മിൽ വെക്കുമ്പോൾ അത് സുരക്ഷിതമായിരിക്കണം അതിൻ്റെ മണ്ണ്. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാം ട്രൈക്കോഡോമിൻ്റെ വീഡിയോ. ആ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ മണ്ണ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. മണ്ണിലുള്ള ജീവജാലങ്ങൾ, ഇപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എലി, പൂച്ച, നായികളെന്ന് അവരിൽ നിന്നൊക്കെ കടിയിൽ നിന്നും അതിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷണം നേടാനാണ് അടച്ചുറപ്പുള്ളൊരു റൂമിൽ വീടുണ്ടാക്കിയിട്ട് നമ്മൾ താമസിക്കുന്നത്. അതേപോലെ സുരക്ഷിതമായ ഒരു മണ്ണ് ഒരുക്കുക, മറ്റുള്ള ബാക്ടീരിയ, ഫംഗസ്, വൈറസ് അതിൽ നിന്നൊക്കെ മുക്തമാക്കിയ ഒരു മണ്ണ്. പിന്നെ അതാണ് ഈ വീഡിയോ, ഇപ്പോൾ നിങ്ങൾ മേലെ കണ്ട ആ വീഡിയോ. പിന്നെ അതിൻ്റെ മുന്നേ ചെയ്തതാണ് ബയോ ബൂസ്റ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഭക്ഷണം വേണം. വെറും വെള്ളം കുടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെറും ചോറ് അല്ലെങ്കിൽ വെറും ഒരു അരി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ജീവിക്കാം, പക്ഷെ നമുക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും കിട്ടില്ല. അപ്പോൾ നമ്മുടെ വളർച്ചാഘട്ടത്തിലേക്കുള്ള ഒരു വളമായിട്ടാണ് ബയോ ബൂസ്റ്ററിൽ മേലെ കാണുന്ന ലിങ്ക് കൊടുത്ത്. അത് ബേസിക് ന്യൂട്രിയൻ്റാണ്. ഒരു ചെടി വളരാൻ ആവശ്യമായ നമ്മുടെ ഫ്രൂട്ടിങ് ടൈമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വളരാൻ ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കാർബണ്, ഹൈഡ്രജന്, നൈട്രജന്, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം
അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും. ഞാൻ അത് വിശദീകരിച്ചു കൊണ്ടേയിരിക്കും. സമയമുള്ളവരൊക്കെ കാണുക. അത് എൻ്റെ ഞാൻ അങ്ങനെയാണ്. കാരണം പറയാനുള്ളത് തുറന്ന് പറയും. അതിന് നമുക്ക് മടിയൊന്നുമില്ല. ചോദിക്കാനുള്ളവർക്കൊക്കെ എപ്പോഴും ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് ചോദിക്കുക. അതിന് യാതൊരു മടിയില്ല. കൈയുടെ ഇരുപത്